ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ SITയുടെ പരിശോധന ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിന് സമാന്തരമായാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. തട്ടിയെടുത്ത സ്വർണം എവിടെ സൂക്ഷിച്ചു എന്നതടക്കമുള്ള നിർണായക ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി നൽകിയിട്ടില്ല. ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളി സൂക്ഷിച്ച നാഗേഷിനെയും പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, സമാന്തരമായാണ് ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ചോദ്യം ചെയ്യൽ, മറ്റൊന്ന് വീട്ടിലെ പരിശോധന ഇത് നടക്കുന്നത്. എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണം കട്ടു, അത് പങ്കുവച്ചു എന്നൊക്കെ സമ്മതിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ഈ തട്ടിയെടുത്ത സ്വർണം എവിടെ സൂക്ഷിച്ചു എന്ന് പറയുന്നില്ല. അതായത് ഇപ്പോൾ പോലും തനിക്ക് എല്ലാം ഒഴിവാക്കി പുറത്തുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പോറ്റിക്കുണ്ട് എന്നാണോ? പ്രജിൻ, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും അതേപോലെ തന്നെ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ പാളിയിൽ നിന്നും 2 കിലോയിലധികം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തട്ടിയെടുത്തു എന്നുള്ള കാര്യം അത് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ആ സ്വർണം പിന്നീട് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. മാത്രമല്ല, ഇന്നലെ റാന്നി കോടതിയിൽ നിന്നും തിരികെ തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് നടത്തിയ ചോദ്യം ചെയ്തലിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകിയതുമില്ല. മാത്രമല്ല, ഹൈദരാബാദിൽ എന്തിനാണ് 39 ദിവസം ഈ സ്വർണ്ണപ്പാളി സൂക്ഷിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു തരത്തിലുള്ള മറുപടിയും ഇല്ലാതെ വന്നതോടുകൂടിയാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പൂജാ ആവശ്യങ്ങൾ എന്നുള്ള കാര്യത്തെ പൂർണ്ണമായും SIT സംഘം തള്ളിയത്. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി കിളിമാനൂർ കാര്യത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം SIT സംഘം പരിശോധന ആരംഭിച്ചത്. SIT സംഘത്തിലെ DYSPയുടെ നേതൃത്വത്തിലാണ് ആ പരിശോധന നടക്കുന്നത്. അതായത് സ്വർണ്ണപ്പാളിയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുണ്ടോ, മാത്രവുമല്ല അത് കണ്ടെത്താൻ കഴിയുന്ന എന്തെങ്കിലും രേഖകളുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തി വിവരങ്ങൾ, അതിനപ്പുറത്തേക്ക് അതായത് ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിനും പൂർണ്ണ റിപ്പോർട്ടും കൊടുക്കുന്നതിനിടയിലുള്ള 4 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാനത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രയിൽ ആരെയാണ് കണ്ടത്, അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയാണ് SIT ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏതാണ്ട് 3 മണിയോടുകൂടി ആരംഭിച്ച പരിശോധന ഇപ്പോഴും നീളുകയാണ്. ഒരു സംഘം കൂടി അവിടേക്ക് എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.